ഞാൻ HPSC ജോയിൻ ആയി. ഞാൻ വന്നപ്പോൾ തന്നെ ചത്ത് കിടക്കുന്നു. എന്താ ജോയിൻ ആയിട്ടുണ്ട്. HPSC ഒക്കെ കളിച്ചിട്ട് എത്ര ദിവസമായി. രാത്രി പേടിയായിട്ട് വയ്യ. വയിലൊക്കെ ഉണ്ട്. പേടിയിട്ട് ആകപ്പാടെ ബസ്സൊക്കെ നല്ലതായിട്ട് ബസ്സിനുള്ളിൽ കയറാൻ പറ്റുമോ? അടുത്തേക്ക് പോകണം. പിന്നെ ട്രാപ്പാക്കുന്നുണ്ടാണ് പുറത്ത് ഒരു സൈഡ് ട്രാപ്പാവും. കോളുണ്ട് കൊറോണ ടി വി നോക്കണ പോലെ സിറ്റുവേഷൻ എന്നോട് ദേഷ്യം തോന്നുന്നു. സ്കെൽട്ടൺ അടിക്കേ സ്കെൽട്ടൺ എന്ത് പ്രത്യേകതയുണ്ട് ഗൈസ്. അത് ടെലിപ്പോർട്ടായി നിനക്ക് ബാക്ക് പോയി. ഡ്യൂപ്ലിക്കേറ്റാ സ്കെൽട്ടൺ എങ്ങനെയെങ്കിലും രണ്ടെണ്ണ. അപ്പോൾ ഗൈസ് പിന്നെ അന്ന് ഞാൻ ചെയ്തിട്ടില്ല. ഹലോ ഗൈസ്, ഞാൻ കുറേ നേരം ഇവിടെ നിന്ന് ഗൈസ്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ അത് വോയിസ് റെക്കോർഡ് ചെയ്യണം. ഇവിടെ മൈൻക്രാഫ്റ്റിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ മ്യൂസിക് എല്ലാവർക്കും അറിയണ്ടല്ലോ. അത് ഞാൻ ഓഫാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ശബ്ദത്തിൽ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായി.
ആയിട്ടില്ല. അത് ഞാൻ നടന്ന് HPS പോവുകയാണ് ഗൈസ്. നല്ല ദൂരമുണ്ട്, നല്ല ദൂരമല്ല, അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറയണേ. ഗൈസ് ഞാൻ നടന്ന് താറായിട്ടുണ്ട്. എത്തി. ഇവിടുന്നൊക്കെ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ വോയിസ് ഇതാക്കിയാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ട്രാപ്പാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് കേട്ടിട്ടുണ്ടാവില്ല. റെസ്റ്റോറൻറ്റ് ഇങ്ങോട്ട് ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയി. വേഗം എന്തൊക്കെ സോഡ് ഞാൻ പൊട്ടിക്കുകയാണ്. ഇനി ഇപ്പോൾ ഗൈസ് ഇത് ഈ പ്ലഷർ പ്ലേറ്റും ചവിട്ടിങ്ങനെ ഉള്ളിൽ പോകുന്നതാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ട്രാപ്പ്. പക്ഷേ ഇതൊന്നും പ്രാധാന്യം ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. പിന്നെ ഗൈസ് ഇത് കണ്ടിട്ടൊന്നും പേടിക്കണ്ട ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതാ. പിന്നെ ഇതാ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്നോ വേൾഡ് പോകും ഗൈസ്. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ സ്നോ വേൾഡിലെത്തി. അപ്പോൾ ഗൈസ് ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലായത് അവിടെ ഇത് പണി നടക്കുന്നുള്ളൂ. ഞാൻ തിരിച്ചിൻ്റെ വീട്ടിലേക്കാണ് പോകും. അവിടെ ഒരു കമാൻഡ് ബ്ലോക്കിലുണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് തിരിച്ച് വീട്ടിലേക്കാണ് പോവാം. ഞാൻ നേരെ പോകുന്നു. ബട്ടൺ ക്ലിക്ക് ചെയ്യും ഗൈസ്. ക്ലിക്ക് ചെയ്തു. പിന്നെ ഈ മൈൻക്രാഫ്റ്റിൽ ഈ സോങ് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ചാവണം ഗൈസ്. ഇവിടെ അടിയിട്ട് ബ്ലോക്കിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഞാൻ ബസ്സിൻ്റെ അടിയിലേക്ക് ഇവിടുന്ന് റോക്കറ്റ് വരികയാണ്. ഇയാളെ എവിടെയോ പരിചയം ഉണ്ടല്ലോ. ഞാൻ നോക്കുമ്പോഴാണ് ഇയാളെവിടെ പരിചയമുള്ളതായിട്ട് കിട്ടുന്നത്. ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. ഇത് പിഗ് വേൾഡിലുള്ളതാണ് മനസ്സിലായത്. പിഗ് വേൾഡ് കാണപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിഗ് വേൾഡ് കാണപ്പോൾ പറയണം അത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഓക്കെ ഇതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തോ അവിടെ കണ്ടു. എന്താണെന്ന് ഇപ്പോഴും പേടിയിട്ടില്ല. ചത്തു. ടെക്നോബ്ലേഡ് മെഷീൻ്റെ ശേഷം ഒരു വേൾഡ് പേടിക്കണ്ട. അത് നമ്മളെ അവിടെ കാണില്ല. പേടി ഇതിൻ്റെ ഉള്ളിൽ കയറി പ്രശ്നം ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് പോവാ. വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എന്താ
ഞാൻ അവിടെ ഒരു പ്രേതത്തിനെ കണ്ടു പോറോ പേടിച്ച്. മനസ്സിലായി. ഇപ്പൊ ഈ ബ്ലോക്ക് എന്തിനാ പൊട്ടിച്ചേ? അത് ഇവിടെ കയറാൻ വേറെ വഴി എനിക്ക് ഞാൻ പറയാത്ത ഇവിടെ എന്തിനാ കൊമേൻ ബ്ലോക്ക് ഇട്ടിരുന്നേ? അത് അടിയിക്കും മേലക്കൊക്കെ വരാന്. എനിക്കെന്താ ഗിഫ്റ്റ് എന്തെങ്കിലും വേണമെന്നാ കുറച്ച് എന്നാലും എൻ്റെ വക എടുത്തട്ടെ. എടുത്തോ നമ്മളിതാ പ്രോൻ്റെ കൂടെ ബേസിൽ കുറച്ച് നേരം നിൽക്കാൻ പോവാണ്. അപ്പോൾ പ്രേതങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അലഞ്ഞെടുക്കണം. ഞങ്ങൾ ഈ ഡാമൊക്കെ ഉണ്ടാക്കി വെള്ളപ്പൊക്കത്തിനൊക്കെ കളഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാക്കുന്നുണ്ട്. അതന്നെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരുന്നപ്പോൾ എന്താ അവിടെ ടെക്നോബ്ലേഡിൻ്റെ മാതിരി ആരുണ്ടാക്കി വെച്ചേ? അപ്പോൾ ഞാനിവിടെ പ്രോൻ്റെ കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ ഇരുണ്ടായിരുന്നു പ്രേതങ്ങളൊക്കെ ഉണ്ടാണ്ട്. അല്ല ബ്രോ, നമ്മൾ രണ്ടോടും ഓരോ സ്യൂട്ട് കേസിലാണല്ലേ. എൻ്റെ പുതിയ സ്കിന്നാ ആണ്. എന്താ ഈ രാവാഴ്ച കളിക്കുമ്പോൾ ഈ സ്കിന്നിലാണ് അതിൽ. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തിൽ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്തായാലും ഇത്രയും നമ്മൾ ഓൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നേരെ അടുത്തുള്ള കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.